കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള അതിലേറെ പൊതുസമൂഹത്തിന്റെ വികാരമായിട്ടുള്ള അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി കവർച്ച ചെയ്തെടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴും SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിട്ടും ഈ നിമിഷം വരെ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിക്കാതിരിക്കുന്നതും കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി SIT നിശ്ചലാവസ്ഥയിലായിരിക്കുന്നതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയുള്ള ഈ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഈ കേസന്വേഷണം കോടതിയുടെ മുൻപാകെ BJP അപേക്ഷിക്കുകയാണ് CBIക്ക് കൈമാറാൻ തയ്യാറാകണം. യഥാർത്ഥത്തിൽ SITയുടെ ഉദ്യോഗസ്ഥന്മാർ ഇത് കണ്ടെത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ്. സ്വർണ്ണപ്പാളിയും അയ്യപ്പന്റെ എല്ലാ വസ്തുവകകളും സംരക്ഷിക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നമ്മുടെ മന്ത്രിമാരുള്ള ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ ക്യാമറ കണ്ണുകളെയും ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് വാഹനം അവിടെ വന്നു നിന്നതും വാഹനത്തിനകത്ത് സ്വർണ്ണപ്പാളികൾ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയതും എല്ലാം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുകയാണ്. BJPക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്താൽ ഈ സ്വർണം എവിടേക്ക് പോയി എന്നും ആ ഡീലിൽ എത്രയാണ് കിട്ടിയതെന്നും വളരെ വ്യക്തമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. അതിന് പരമോന്നത നീതിപീഠത്തോട് ഭാരതീയ ജനതാ പാർട്ടി അപേക്ഷിക്കുകയാണ്. ശബരിമലയിൽ ആചാരലംഘനം നടത്തിയപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPIMനെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഈ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ വീണ്ടും പൊതുസമൂഹം മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കാണാൻ വേണ്ടി കേരളത്തിന്റെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത്. ആ അയ്യപ്പ സംഗമത്തിൽ ചെലവായത് 5 കോടിയോളം രൂപയാണ് എന്ന് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ പറയുകയും എന്നാൽ 7 കോടിയിലധികം വരുന്ന തുക ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ തീവട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മിസ്റ്റർ ജയകുമാർ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യവും കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അയ്യപ്പ സംഗമത്തിന് ഒരു കരാറുമില്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ ഒരു മടിയും ഈ ഗവൺമെന്റിനുണ്ടായില്ല. മാത്രവുമല്ല, ചടയൻ ഗോവിന്ദന്റെ പാർട്ടി, ബഹുമാനപ്പെട്ട അച്യുതാനന്ദന്റെ പാർട്ടി, ശ്രീമാൻ AK ഗോപാലന്റെ പാർട്ടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ എത്തി നിൽക്കുമ്പോൾ താൻ കണ്ണൂരിലെ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണമായിട്ടുള്ള എനിക്കൊക്കെയും അത് ഉണ്ടാക്കാൻ അറിയാം, ഒറോട്ടി, അതായത് കനത്തിൽ അരി കുഴച്ചു പരത്തിയിട്ട് ഒരു 8 ദോശയുടെ കനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഒറോട്ടി എന്ന് ചില സ്ഥലത്ത് പറയും. അപ്പോൾ നമ്മുടെ പാവപ്പെട്ടവരുടെ പടനായകനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം ചെറുപ്പത്തിൽ
ഒറോട്ടി കഴിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ആ വിഭവം, ആ ഒരു ഭക്ഷണം കഴിച്ചാൽ വിശക്കില്ല, കുറെ സമയത്തേക്ക് വിശക്കാതിരിക്കും. അതിനോടൊപ്പം കറികൾ ഉണ്ടാവില്ല പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ. അപ്പൊ അങ്ങനെ പാവപ്പെട്ടവരുടെ വീട്ടിൽ ജനിക്കുകയും ഒരു കറി പോലും കഴിക്കാനില്ലാതെ ഒറോട്ടി മാത്രം കഴിച്ച് സ്കൂളിൽ പോവുകയും ചെയ്ത നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്ന ആ ഒരു ബാല്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ നടത്തുമ്പോൾ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങാൻ 2 ലക്ഷം രൂപ ചിലവഴിച്ചു എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ സൂചകമാണ് എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്. നല്ലവരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ സഖാക്കന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കണമെന്നും കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിലേക്ക് എത്തിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ ശ്രീമാൻ MA ബേബി ഈ വിഷയത്തോട് അയ്യപ്പ മഹാസംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു രാത്രിയിൽ ഉറങ്ങാൻ 2 ലക്ഷം രൂപ ചെലവഴിച്ചതിനെ കുറിച്ച് പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ൽ മാർക്സിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തോട് പറഞ്ഞത് മദ്യവർജനമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്നാണ്. 2016 സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ 29 ബാറുകളായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കേരളത്തിൽ 884 ബാറുകൾ ഉയർന്നു കഴിഞ്ഞു. ചോദിക്കുന്നവർക്കെല്ലാം പെട്ടിക്കട കൊടുക്കുന്നത് പോലെ ബാറുകൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ബാറിന്റെ പ്രവർത്തന സമയം അത് അർദ്ധരാത്രി വരെയായിട്ട് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് വലിയ ഒരു തീവെട്ടിക്കൊള്ളയ്ക്കും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണസമ്പാദനത്തിനുമുള്ള വേദിയാക്കി ഈ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അതീവ ഗൌരവത്തോടുകൂടി പൊതുസമൂഹം പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന് കാരണമായി കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരനായ ഭാവി കേരളം പ്രതീക്ഷയോടെ നോക്കുന്ന ഏതു പാർട്ടിക്കാരനുമാകട്ടെ പ്രതീക്ഷയോടുകൂടി നോക്കേണ്ട ഒരു വ്യക്തി മിസ്റ്റർ MP രാജേഷ്, അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം പറയുകയാണ് ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് പോലും രാത്രി 12 മണി വരെ ബാറുകൾ സമയം നീട്ടിയിട്ടുള്ളത് എന്നാണ്. അതിനർത്ഥം എന്താണ്? ഇന്ത്യയിൽ ടൂറിസം വികസനത്തിന് വേണ്ടി ഏറ്റവും പേരുകേട്ട നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഗുജറാത്ത് ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ്. ആ ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യവർജനമാണ്. അപ്പൊ സമ്പൂർണ്ണ മദ്യവർജനമുള്ള ഗുജറാത്തിൽ 18 കോടി ആളുകൾ ഒരു വർഷം ആ ഗുജറാത്തിൽ വന്ന് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ നാടിനെ കാണുന്നു, ആ നാടിന്റെ ആത്മീയ ടൂറിസത്തിൽ പങ്കെടുക്കുന്നു, അവിടുത്തെ വികസനത്തെക്കുറിച്ച് ടൂറിസ്റ്റുകൾ പരിശോധിക്കുന്നു, പഠിക്കുന്നു, ആ നാട് കണ്ട് തിരിച്ചു പോകുന്നു. എങ്കിൽ 2 കോടിയിലടുത്ത് മാത്രം ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലെ യുവാവായിട്ടുള്ള ഒരു മന്ത്രി പറയുകയാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത്? അതാണോ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ ഭാഷ? ഈ കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിനെ വർദ്ധിപ്പിക്കാൻ, ആത്മീയ ടൂറിസത്തിനെ വളർത്താൻ, ഈ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് ലോകം അറിയേണ്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. ആ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് കാണാൻ വരുന്നവരെ കൂടി അപമാനിക്കുന്ന സമീപനമാണ് ഒരു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അത്യന്തം ലജ്ജാകരമാണ്, അത് കുറ്റകരമാണ് എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തോട് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനത്തിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു, ഈ രാജ്യത്ത്
മുസ്ലിം ജനത വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായി. എന്നാൽ കാന്തപുരത്തിന്റെ വാക്കുകൾ കേട്ടതിനു ശേഷവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ്. അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിന്റെ എണ്ണമറ്റ ആളുകളുടെ, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ മതപണ്ഡിതനും അവരുടെ ഒരു സംഘടനയുടെ അവസാന വാക്കുമായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പൊതുസമൂഹത്തോട് ഞങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം, ഭാരതം മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകണം എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിന്ത. ഞങ്ങൾ ശ്രീമാൻ വി ഡി സതീശനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം മടിയിലിരുത്തിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണവർ. അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടനയുണ്ട്. അവർ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് മുൻ കോൺഗ്രസിന്റെ ലീഡറും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താൽപര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ തള്ളിപ്പറയുകയാണോ കേരളത്തിൽ? ആ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുകയാണ്. രണ്ടാമതായി, മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആശയം കേരള സമൂഹത്തിന് ജമാഅത്ത് ഇസ്ലാമി വെല്ലുവിളിയോടെ ഉയർത്തുകയാണ് എന്ന് സമസ്തയുടെ സമ്മേളനം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയ ചിന്താഗതിയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്ര സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന ഒരു സംഘടനയെ മടിയിലിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും അതിൽ തന്നെ NSSും SNDPയും KPMSും പുലയ മഹാസഭയും ഒക്കെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു വ്യാമോഹമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇത് അത്യന്തം ലജ്ജാകരമാണ് എന്ന് ബഹുമാനപ്പെട്ട വി ഡി സതീശനെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ടതില്ല. 1996 മുതൽ 2006 വരെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതാണ് CPM. എന്നാൽ CPMലെ നേതാക്കന്മാർ അത് മറന്നു, കേരളത്തിന്റെ പൊതുസമൂഹം അത് മറന്നിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറുമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച നടത്തിയത് അവരുടെ AKG സെന്ററിൽ ഇരുന്നുകൊണ്ടാണ്. അതിന് ശേഷവും നമുക്കറിയാം 2009 രാജ്യദ്രോഹ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന മദനിയുടെ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അവര് ഹുസൈൻ രണ്ടത്താണിക്ക് സീറ്റ് കൊടുത്തതും അത് കേരള സമൂഹം ചർച്ച ചെയ്തതും ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സിലബസ് കമ്മിറ്റിയിൽ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ മെമ്പർമാരുണ്ടായിരുന്നു എന്നുള്ളതും കുറ്റിപ്പുറത്ത് ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ആ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്ന മദനിയെ എണീറ്റ് നിന്നുകൊണ്ട് ഭക്ത്യാദരപൂർവം തൊഴുത് സ്വീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അവിടെ നിന്നുകൊണ്ടാണ്
ചെങ്ങന്നൂരിൽ സ്വന്തം താമസമുള്ള അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ വീടുള്ള സജി ചെറിയാനും പാലക്കാടിലെ AK ബാലനുമൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തീർക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ സ്വന്തം അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടത്തെ മുസ്ലിം ജനസാമാന്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം, ഇവിടത്തെ ചെറുപ്പക്കാർ, ഇവിടത്തെ ചെറുപ്പക്കാരികൾ, ഭാവി തലമുറയിലെ മുസ്ലിം സുഹൃത്തുക്കൾ അവർ ഇന്ത്യയുടെ വികസനത്തെ നോക്കിക്കാണുകയും ആ വികസനത്തിന്റെ ഭാഗമായി തന്നെ അവർ രാജ്യ താൽപര്യം നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്. ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കേരളത്തെ മുച്ചൂടും മുടിച്ച് കേരളത്തിലെ ആചാര സംരക്ഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് ഏതൊരു വ്യക്തിക്കും അവരുടെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ SITയുടെ അന്വേഷണം ഫ്രീസറിൽ വെച്ച ഒരു സമയമായിട്ടും ഇതിനെയെല്ലാം വളരെ വ്യക്തതയോടുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ടാകും ഇനിയും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിക്കാത്തത്, ഈ തൊണ്ടി മുതലുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കളവ് ചെയ്തിട്ടുള്ള വസ്തുവകകൾ രാജ്യം വിട്ടു പോയിരിക്കാം എന്ന് വരെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യവും, എന്നാൽ പ്രസ്തുത സംഭവം നടക്കുമ്പോൾ ആരായിരുന്നുവോ ദേവസ്വം വകുപ്പ് മന്ത്രി, ആ ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്ക് ചോദ്യങ്ങൾ എത്താത്തതും, ആഭ്യന്തര വകുപ്പിന്റെ, അതായത് വിഖ്യാതമായ ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ ഇഷ്ടത്തിന് ക്യാമറകൾ ഉണ്ടായിട്ടും അവിടെയൊന്നും ഇത് മനസ്സിലായില്ല എന്നുള്ളതും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നു എന്നുള്ളതും കോടതിക്ക് ഇത്തരുണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജനാധിപത്യത്തിന്റെ അവസാന വാക്കുകളിൽ ഒന്നായിട്ടുള്ള സുപ്രീം കോടതിയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുക എന്നുള്ളത് ഒരു പൗരനെ സംബന്ധിച്ച്, ഒരു പൊതുപ്രവർത്തകയെ സംബന്ധിച്ച് അത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും കോടതി കേസന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു വാക്കും നമ്മുടെ മുൻപാകെ പുറത്തു വന്നിട്ടില്ല. കേസന്വേഷണം തുടരുകയാണ്. പല ആളുകളുടെ മൊഴികളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചില മൊഴികളെല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല, ഇത് തമിഴ്നാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല, ഇത് ആന്ധ്രയിലോ തെലങ്കാനയിലോ നിൽക്കുന്ന ഒരു കേസല്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിലെ അതിപ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോലും ഇവിടത്തെ ഈ കൾപ്രിറ്റ് എന്ന് പൊതുസമൂഹം കണ്ടെത്തിയിട്ടുള്ള, പൊതുസമൂഹം ബോധ്യപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തെ എത്തിക്കാൻ MP-മാർ വരെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഒരു കേസാണ്. അത് തീർച്ചയായിട്ടും വ്യക്തതയോടുകൂടിയിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. CBI ഈ കേസ് ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്. അല്ല, BJPയുടെ അടുത്ത മാർഗം ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകുന്നത് വരെ മാത്രമേ കള്ളന്മാർ പുറത്ത് വിഹരിക്കൂ എന്നുള്ളതാണ്.
അത് ഭാവിയിൽ സംഭവിക്കും. അല്ല, ഇത് ആ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ ആ സിനിമയുടെ തിരക്കഥാകൃത്തോ അതല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ ആകെ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമ മുഴുവൻ കാണാതെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മെസ്സേജ് നമ്മൾ ഇതിന് മറുപടി പോലും പറയുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ട് ഈ വിഷയത്തിൽ. അല്ല, എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞാൻ കാണാത്ത, അതായത് ഞാൻ പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച്, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ ആ സിനിമയെക്കുറിച്ച് എനിക്ക് അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിൽ കുറച്ച് ദിവസം കൂടി വേണം എന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം. അങ്ങനെ ഒരു സിനിമയ്ക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ചർച്ചകൾ നടത്തിയിട്ടുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അതിനെ തർക്കം വെക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രവുമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പഞ്ചതത്വങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാവാത്മക മതേതരത്വം എന്നുള്ള പോയിന്റാണ്. ആ ഭാവാത്മക മതേതരത്വത്തോടു കൂടി ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ കമന്റിൽ നിന്ന് പോലും പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണം എന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അറിയാത്ത, കാണാത്ത ഒരു വസ്തുതയെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഒട്ടേറെ പെൺകുട്ടികൾ പല കേന്ദ്രങ്ങളിലും അവരെ രഹസ്യ അറകളിൽ അടച്ചതിനു ശേഷം ആ പെൺകുട്ടികൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്നിട്ടുള്ള പെൺകുട്ടികളുടെ അവര് ഒരുമിച്ച് കൂടിയിരിക്കുകയും അവർ അവരുടേതായിട്ടുള്ള അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവർ ഇന്ന് കേരളത്തിലുണ്ട്. ഞാനല്ല അത് പറയേണ്ടത്, അത് നിങ്ങളാണ് പറയേണ്ടത്. ഈ സിനിമ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ എന്റെ ആൻസർ എന്ന് പറയുന്നത് ആ സിനിമ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയൂ. ഒരു പത്രസമ്മേളനം, ഞാൻ ഉദാഹരണം പറയാം, ഒരു പത്രസമ്മേളനം ഞാൻ നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ ഞാൻ പറയുന്ന വിഷയങ്ങളിലെ ഗൗരവതരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചോദ്യമോ ഒരു ഉത്തരമോ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപാകെ എത്തിക്കണം എന്നുള്ള അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പത്രസമ്മേളനവുമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പൂട്ടിക്കെട്ടിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചും താപ്പറിനെ പോലെയുള്ള ഒരു വലിയ നിരവധി ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മുതലാളിയാണ് മിസ്റ്റർ താപ്പർ. ആ താപ്പർ കേരളത്തിൽ വന്നതും ഇവിടെ വലിയ ഒരു കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അനുഭവിച്ച വിഷയങ്ങളും മഹാരാഷ്ട്രയിലെ വ്യാപാരി വ്യവസായികൾക്കിടയിൽ അദ്ദേഹം ചർച്ച നടത്തിയതിന്റെ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് അത് ഞാൻ വിവരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ കമ്പനിയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഞാൻ നൽകി. ഒരു ആശാപുര എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി അവരുടെ യഥാർത്ഥ ഓണർ ഗുജറാത്തിലാണ്. അവർ കേരളത്തില് കഴക്കൂട്ടത്ത് 10 ഏക്കർ സ്ഥലത്ത് അവർ വലിയ ഒരു പ്രൊജക്ട് തയ്യാറാക്കി. ഇന്ന് അവിടെ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്. ആ 10 ഏക്കർ സ്ഥലത്ത് അവിടെ
ഒരു രീതിയിലും തെറ്റ് ചെയ്യാത്ത കുറെ ചെറുപ്പക്കാരെ ആ കമ്പനിക്കെതിരെ സംഘടിപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ആ കമ്പനി പൂട്ടിച്ചു. അങ്ങനെ ഒരു 12-15ഓളം വരുന്ന കമ്പനികൾ കേരളത്തിൽ പൂട്ടിയതും അതിന്റെ ചരിത്രവും നമുക്ക് എത്ര തൊഴിൽ കിട്ടുമായിരുന്നു എന്നതിനെക്കുറിച്ചും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കേണ്ട KSIDC, കരിമണൽ കർത്ത കല്യാണം കഴിച്ച കമ്പനിയാണ് KSIDC. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. ആ KSIDCയെ കുറിച്ചും അതുപോലെ തന്നെ സിഡ്കോയെ കുറിച്ചും ഇവിടെ വ്യവസായ നിക്ഷേപത്തിന് ആഗ്രഹമുള്ളവരെ നോക്കിക്കാണുന്ന മരിച്ചുപോയിട്ടുള്ള വ്യവസായ ശൃംഖലകളാണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞ് കൃത്യമായി ഒരു 10-25 പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി. എന്നാൽ ആ പത്രസമ്മേളനത്തിനൊടുവിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത എല്ലാ പ്രസംഗങ്ങളും കാണാനുള്ള ഒരു സമയമുള്ള ഒരാളല്ല ഞാൻ. അതല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ ഏറെ സമയം എനിക്ക് ചെലവഴിക്കാൻ സമയമില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നത്. എനിക്ക് സന്തോഷം. ചില കാര്യങ്ങളൊക്കെ ആ ബ്രേക്കിംഗ് ന്യൂസിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ കൂടുതൽ ഗൗരവതരമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയണം എന്ന് ഉള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കൾ നൽകിയത് എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരം കേരളത്തിന്റെ കേന്ദ്രമായതുകൊണ്ടും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ എല്ലാ ജില്ലകളെക്കാൾ കൂടുതൽ ഞാൻ പറയുകയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറെ കൂടുതലുള്ള ഒരു ജില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ എന്നെ ഇനി തെറ്റിപ്പിക്കരുത്. തൃശ്ശൂരിലെ മാധ്യമ സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കളാണ്, പാലക്കാടുള്ളവരും എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദയവ് ചെയ്ത് എന്റെ ഈ പത്രസമ്മേളനത്തിലെ വിഷയം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. 2, ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട വിഷയമാണ്. 3ാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടേണ്ട ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു വസ്തുതയാണ്. സിനിമയെക്കുറിച്ചുള്ള ഒരു ചോദ്യം അടുത്ത പത്രസമ്മേളനത്തിൽ ചോദിക്കാം. അപ്പൊ ഞാൻ മറുപടി പറയും എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. അല്ല, സംസ്ഥാന അധ്യക്ഷന്റെ പത്രസമ്മേളനം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു, കാറിൽ വരികയായിരുന്നു നിങ്ങളെ കാണാനായിട്ട്. അദ്ദേഹം എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല. നോക്കിയിട്ട് പറയാം. സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും നിലപാട് എല്ലാ വിഷയത്തിലും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നതിലെ സാങ്കത്യം എന്താണ്? സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടിനോട് ശോഭാ സുരേന്ദ്രൻ യോജിക്കുന്നില്ല, അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കാനല്ലേ? ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കൂ എന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി തന്നെ പിന്നീട് സംസാരിക്കാമല്ലോ. നമ്മൾ സാധാരണഗതിയിൽ കോടതി പറയുന്നതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിലില്ല. നമ്മുടെ അനുഭവത്തിലുള്ള ഒരാള് ജയിലിൽ കിടന്നിട്ടുമുണ്ട്. കോടതിയെ ഓർമ്മയുണ്ടാവും മാധ്യമ സുഹൃത്തുക്കൾക്ക്. കോടതി വിധിയെ വെല്ലുവിളിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഞാനിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായമാണ് പറയുന്നത്. കേരളത്തിലെ ദേവസ്വം ബോർഡുകളെല്ലാം പിരിച്ചുവിടണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. വിശിഷ്യ ശബരിമലയിലെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് കോടതിക്ക് സാധിക്കുമെങ്കിൽ ഈ SITയുടെ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കോടതിയുടെ നിരീക്ഷണത്തിൽ വെക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് തന്നെ ഒരു വാർത്ത കണ്ടത്, എനിക്ക് ഒരുപാട് മണ്ഡലങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹപ്രവർത്തകന്മാര് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ ഞാൻ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ്. എല്ലാ സ്ഥലത്തും എനിക്ക് കൂട്ടുകാരുണ്ട്, അതിൽ മാധ്യമപ്രവർത്തകരുമുണ്ട്, അതിലെന്റെ സഹപ്രവർത്തകരുമുണ്ട്. എനിക്ക് പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്,
പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്കൊരവസരം നൽകിയാൽ എല്ലാ മണ്ഡലങ്ങളിലും 1/2 ഡസനിലധികം വരുന്ന മണ്ഡലങ്ങൾ എന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ 1/2 ഡസനിലധികം വരുന്ന മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗം നടത്താമല്ലോ. കാരണം ഒരു 9 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അതും ഞാനൊരു റിക്വസ്റ്റ് നമ്മുടെ അഖിലേന്ത്യാ പ്രഭാരിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പാർട്ടി പറഞ്ഞു എന്നിരിക്കട്ടെ, നിർബന്ധമായിട്ട് നിങ്ങളൊരു സ്ഥലത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ 2004-ൽ 4500ഓളം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഞാൻ മത്സരിച്ച ആളാണ്. അന്നും വോട്ട് ഡബിൾ ആക്കിയിട്ട് അവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 11,000-11,000-നടുത്ത് വോട്ടുകൾ അന്ന് ആ മണ്ഡലത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോവുക, അതിൽ ഒരു ഉപകരണമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി സഹപ്രവർത്തകരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ വലിയ ഒരു മാറ്റത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വേദിയൊരുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള സ്ഥലങ്ങൾ എനിക്ക് ഫേവറിറ്റ് ആണ് എന്നുള്ളതാണ്. അല്ല, ആ ചോദ്യത്തിന് ഉത്തരമേ കഴിഞ്ഞു. ഒന്നാമതായിട്ട് ഒരു മണ്ഡലത്തിലും എനിക്ക് മത്സരിക്കാനായിട്ട് ഞാൻ സംസ്ഥാന ഘടകത്തോടോ പ്രസിഡന്റിനോടോ അഖിലേന്ത്യാ ഘടകത്തിനോടോ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കിഷ്ടം പ്രചാരണത്തിന് നേതൃത്വം നൽകാനാണ് എന്നാണ്. രണ്ടാമതായി പാർട്ടിക്ക് അത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാം എന്നുള്ളതാണ്. അല്ല, മിസ്റ്റർ കിഷോർ ബാബു ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ ശ്രീമാൻ കെ.സി. വേണുഗോപാൽ ഭയപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഇന്നലെ എനിക്ക് അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ആലപ്പുഴയിലും അത് കഴിഞ്ഞ് പിന്നീട് ഒരു ചർച്ചയിൽ നമ്മുടെ മിസ്റ്റർ ലിജുവിന്റെ വാക്കുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. ഞാനും ആ ചർച്ചയിൽ പോയിരുന്നു, മനോരമ ചാനലിലായിരുന്നു. ലിജു പറഞ്ഞത് തിരുവനന്തപുരം ആലപ്പുഴയിലും ആവർത്തിക്കും, തൃശൂർ ആലപ്പുഴയിലും ആവർത്തിക്കുമെന്നായിരുന്നു. അതായത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് ലിജു പറയുകയുണ്ടായി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അവിടെ കുറച്ചുനാൾ മുൻപ് പോയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ചേച്ചിയായിട്ടോ എന്നെ ജയിച്ച MP ആയിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും BJPക്ക് ഗുണകരമാണ്. പല കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിക്കാനും പരിശോധിക്കാനും ഒക്കെ പറ്റും. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് പല നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വോട്ട് പിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ സ്നേഹിക്കുന്നതും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഹൃദയത്തിൽ വെക്കുന്നതും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള നേതാക്കന്മാരെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടത്, കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 90 വയസ്സിനോടടുത്ത് 80 വയസ്സ് കഴിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട പത്മിനി ടീച്ചർ, ആ പത്മിനി ടീച്ചർ ബസ് കയറിയിട്ട്, ആലോചിക്കണം, കണ്ണൂരിൽ നിന്ന് ബസ് കയറിയിട്ട് അമിത്ഷാജിയെ കാണാൻ വന്ന് ഈ കോമ്പൗണ്ടിൽ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് മാരാർജിയുടെ പ്രതിമയെ നോക്കി നിൽക്കുമ്പോൾ ആ പത്മിനി ടീച്ചർ അരികിലേക്ക് കടന്നു വന്ന എന്നെ പത്മിനി ടീച്ചർ കെട്ടിപ്പിടിച്ചപ്പോൾ ടീച്ചറും കരഞ്ഞു, എന്റെ കണ്ണിലും ആ നനവ് പടർന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ഇരട്ടിയാക്കുന്നതും ജനങ്ങളുടെ സ്നേഹമാണ്. എന്നാൽ BJPയുടെ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രവർത്തകനും നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ത്യാഗം ചെയ്തവർ, മരണമടഞ്ഞ ബലിദാനികൾ, ഈ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് മാത്രം നോക്കി സുരേന്ദ്രനാവട്ടെ, ശോഭാ സുരേന്ദ്രനാവട്ടെ, ശ്രീ V. മുരളീധരനാകട്ടെ, ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ, ഒരു വ്യക്തിയോടുമല്ല പ്രതിബദ്ധത എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടും ഞങ്ങളുടെ കൊടിയോടുമാണ് എന്ന് പറയുന്ന ആ പ്രവർത്തകന്മാർക്ക് അവരങ്ങനെ പറയും. വോട്ട് കൂടുതൽ കിട്ടുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അവർക്കൊരു ഇഷ്ടം കൂടുതൽ തോന്നാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനാണ് ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? അതിന് ഞാനൊന്ന് ചിരിച്ചാലോ ഞാനൊന്ന് മൂളിയാലോ ബ്രേക്കിംഗ് ന്യൂസാണ് മോൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചേച്ചി കുറച്ചുകൂടി കേരളത്തിൽ നിന്നോട്ടെ എന്നാണ് എനിക്കുള്ള ഒരു അഭ്യർത്ഥന.
അല്ലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി പുറത്തും മുഖ്യമന്ത്രി പുറത്തും, അതായത് ദേവസ്വം മന്ത്രി പുറത്ത്, ക്യാമറ കണ്ണുകൾ മിഴിചിമ്മിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്ത്, തന്ത്രി അകത്ത്. ഇതൊക്കെ വരാൻ പോകുന്ന നാളുകളിൽ കേസ് അന്വേഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ആരൊക്കെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ശ്രീമാൻ ജയകുമാർ അതീവ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. വലിയ തീവട്ടിക്കൊള്ളക്കാരുടെ കൂടെയാണ് അന്തിയുറക്കം. അത് വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ധാരാളം പേരുദോഷമുണ്ടാക്കും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. കേരളത്തിന്റെ ഖജനാവിലെ, ഇത് ദേവസ്വം ബോർഡിലെ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് നടത്തിയ ധൂർത്താണെങ്കിൽ, നമ്മുടെയൊക്കെ നിങ്ങൾക്കും എനിക്കും അവകാശപ്പെട്ട സ്വത്ത് എടുത്തുകൊണ്ട് 20 കോടി രൂപ എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർവേ ടീമിനെ ഇറക്കാൻ തീരുമാനിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെയൊക്കെ നികുതിപ്പണം എടുത്തുകൊണ്ട് എന്തെല്ലാം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുമോ എന്ന് കൂടിയാണ് ഈ സമൂഹം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.